ഹലോ ഫ്രണ്ട്സ്, റജീസ് വേളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ചീരയും ചെമ്മീനാണ്. ഇത് നമ്മുടെ കൊച്ചിക്കാരുടെ സ്പെഷ്യൽ ഐറ്റമാണ് കേട്ടോ. കൊച്ചിക്കാരെല്ലാ പച്ചക്കറിയിലും ചെമ്മീനിടും, അതിനൊരു സ്പെഷ്യൽ ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ ഫ്രഷ് ചീരയാണ്, എൻ്റെ തൊടിയിലെ ചീര തന്നെയാണ്. അതൊരു കെട്ട് ചീര എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 കിലോ ചെമ്മീനാണ് എടുത്തിട്ടുള്ളത്. ചെമ്മീൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് ഒരു 3 പച്ചമുളകും ഒരു കഷ്ണം ഇഞ്ചിയും ഇട്ട് നല്ലപോലെ വേവിച്ച് വറ്റിച്ചെടുക്കണം. നമ്മളതിൽ വെള്ളമൊന്നും ഒഴിക്കേണ്ട, നേരെ അടച്ചു വെച്ചാൽ മതി. അടച്ചു വെച്ച് ഒരു 2 കറിവേപ്പിലയും ഇട്ട് ഇളക്കി അതൊന്ന് അടച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്കതിലത്തെ വെള്ളം തനിയെ ഇറങ്ങി വരും. തനിയെ ഇറങ്ങി വന്നാൽ ഒരു 2 മിനിറ്റ് കൊണ്ട് വെള്ളം ഇറങ്ങി വരും. അത് കഴിയുമ്പോൾ നമ്മളത് തുറന്ന് നോക്കുക, വെള്ളം എത്രത്തോളം ഉണ്ടെന്ന്, അത് പറ്റാൻ മാത്രം വെള്ളം ഉണ്ടോ എന്ന് നോക്കുക. എന്നിട്ട് അതിൽ തന്നെ വേവിച്ചെടുക്കാം. അടച്ചു വെച്ച് തന്നെ വേവിക്കണം. 2-3 മിനിറ്റ് കഴിയുമ്പോഴേക്കും അത് വെന്ത് വെള്ളം എല്ലാം വറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഒരു ടീസ്പൂൺ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് ഇളക്കി അതൊന്ന് ഡ്രൈ ആക്കിയെടുത്ത് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അത് കഴിഞ്ഞ് നമുക്കൊരു തവ വെച്ച് അതിനകത്ത് ഒരു 1-1.5 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിനകത്ത് ഒരു വലിയ സബോള അരിഞ്ഞിട്ട് ഉപ്പും ഇട്ട് നല്ലപോലെ യോജിപ്പിച്ച് ഒന്ന് ചെറിയ ഒരു വാട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് 2-3 പച്ചമുളകും കൂടി ചേർത്ത് ഒരു തണ്ട് കറിവേപ്പിലയും ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് ബ്രൗൺ നിറാകുമ്പോൾ നമുക്കതിൽ കുറച്ച് ഇടിച്ച മുളക് പൊടി, ഒരു 1-1.5 സ്പൂൺ ഇടിച്ച മുളക് പൊടി ചേർക്കും. എരിവിന് ഇടിച്ച മുളക് പൊടിയാണ് നമ്മളിതിൽ ചേർക്കുന്നത്. ഇടിച്ച മുളക് പൊടി തന്നെ വേണം കേട്ടോ. പിന്നെ പോരാത്തതിന് കുറച്ച് വെളിച്ചെണ്ണ വേണമെങ്കിൽ അതും കൂടെ ഒഴിക്കുക. പിന്നെ വേവിച്ച് വെച്ച ചെമ്മീനിടുക. പിന്നെ അരിഞ്ഞു വെച്ച ചീരത്തണ്ടും കൂടി ഇട്ട് ഇളക്കി യോജിപ്പിച്ച് അടച്ചു വെച്ച് നമ്മൾ സിമ്മിലിട്ട് വേവിക്കാം. പോരാത്തതിന് കുറച്ച് വെള്ളം കൂടെ തെളിച്ചില്ലെങ്കിൽ ചിലപ്പോൾ അടി പിടിക്കും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെള്ളം തെളിച്ചിട്ട് വേണം നമ്മൾ ചീരത്തണ്ട് വേവിക്കാനായിട്ട്. ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ ചീരത്തണ്ട് വെന്തിട്ടുണ്ടാവും. അത് കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ച ചീരയെല്ലാം ഇതിലോട്ട് ഇട്ട് നമ്മൾ നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് അടച്ചു വയ്ക്കുക. ഒരു തുള്ളി വെള്ളം കൂടെ ഒഴിക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ പെട്ടെന്ന് അലുത്ത് ചേരും. അത് പുതിയ ചീര, ഫ്രഷ് ചീര ആയതുകൊണ്ട് പെട്ടെന്ന് വേവും. വെന്ത് കഴിയുമ്പോൾ തുറന്ന് നോക്കി ഉപ്പൊക്കെ നോക്കി പോരങ്ങി ഉപ്പും ഇട്ട് ഒന്ന് ഇളക്കി നല്ലപോലെ പറ്റാൻ വയ്ക്കുക. ഒന്ന് തീ കൂട്ടിയിട്ട് വറ്റിച്ചെടുക്കാം. നമ്മുടെ ചീരയും ചെമ്മീനും റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ഐറ്റം നമ്മൾ ഒരിക്കൽ കഴിച്ചാൽ പിന്നെ ഒരിക്കലും ഇത് മറക്കില്ല. ചീര കിട്ടുമ്പോൾ ചെമ്മീൻ തപ്പിപ്പോകും സത്യമായിട്ടും. അത്രയും ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പീസായിട്ട് കാണാനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടിരിക്കും. ഓക്കെ, ബൈ.